So next chapter, buyback of shares. Buyback of shares. Buyback of shares. എന്താ മായിച്ചിട്ടാണ് മായാത്തത് അറിയും. ഇല്ലല്ലോ, ബോണസ് ഇതിലുള്ളപ്പോഴല്ലേ ബോണസ് എടുക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ക്ലാസ്സിൽ ബോണസ് എടുക്കണുണ്ടോ? ബോണസോ ഇല്ല, ബോണ്ടൊക്കെ എടുത്തില്ല, ബോണ്ടാണ് എടുക്കാൻ. ഓക്കെ, ഓക്കെ. സോ നമ്മൾ മൂവ് ചെയ്യണ എന്തിലേക്കാ? Buyback of shares. Buyback of shares. Buyback of shares എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it comes under section 68, 69, 70. 68, 69, 70. Okay, so first of all എന്താണ് ബൈബാക്ക്? അതായത് നമ്മൾ ഷെയർ ഹോൾഡർ, നമ്മൾ നല്ല പ്രോഫിറ്റിൽ നമ്മളെ കമ്പനി വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് പുറത്തേക്ക് കൊടുത്ത ഷെയർ ഒക്കെ തിരിച്ചു വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ് ഏത്? ബൈബാക്ക് ഓഫ് ഷെയർസ്. അപ്പോ ഇവിടെ എന്താ ചെയ്യുന്നത്? പല ഷെയർസിനെയും നമ്മൾ തിരിച്ചു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഷെയർസ് നമ്മൾ ബൈബാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ബൈബാക്ക് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ ബൈബാക്ക് ചെയ്ത ഷെയറുകളെ ക്യാൻസൽ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ പ്രൊസീജിയർ? ഫസ്റ്റ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നു, ബൈബാക്ക് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. അതാണ് സംഭവം. നൗ ബൈബാക്ക് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ബൈബാക്കിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബൈബാക്ക് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് പ്രൊസീജിയർ എന്താ? ബൈബാക്ക് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ബൈബാക്ക് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് രണ്ട് രീതികളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ബൈബാക്ക് ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് രീതികളാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. നൗ ഏതൊക്കെയാണത്? ഒന്ന്, നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്ത് നമ്മളുടെ ഫണ്ട് കിട്ടില്ലേ, അത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പുതിയ ഡിബഞ്ചറുകളോ ഇക്വിറ്റി ഷെയർസോ ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഫണ്ട് ഉപയോഗിക്കാം. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ കടം വാങ്ങണു, ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണർഷിപ്പ് കൊടുത്തിട്ട് പൈസ വാങ്ങണു, അങ്ങനെയും നമ്മൾ ഫണ്ട്. പക്ഷേ ഇക്വിറ്റി ഷെയർ കൊടുത്തിട്ട് നമ്മൾ ഫണ്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വരും. സോ പ്രോബബ്ലി മോസ്റ്റ് യൂഷ്വലി യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡിബഞ്ചറാണ്. ഓക്കെ അല്ലെ? നമ്മൾ ഷെയർ പുറത്തുള്ള ആൾക്കാരുടെ അടുത്ത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ബൈബാക്ക് ചെയ്യുന്നത്. വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ ബൈബാക്ക് ചെയ്യാന്ന് പറയുന്നതിൽ അർത്ഥമല്ല. സോ യൂഷ്വലി ഡിബഞ്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇനി അതോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഫ്രീ റിസർവുകൾ ഉണ്ടാവും. എന്താ ഫ്രീ റിസർവ്? ഫ്രീ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റ് ആണ്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രീ റിസർവ് എന്ന് പറയാം. അപ്പൊ ഈ മൂന്ന് മെത്തേഡ്സിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ബൈബാക്കിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, നൗ രണ്ടാമത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ ബൈബാക്ക് ഫണ്ട് ക്രിയേറ്റ് ചെയ്തു, ഇനി നമ്മൾ ബൈബാക്ക് ചെയ്യണം. സോ ബൈബാക്ക് ചെയ്യുന്ന സമയത്ത് ബൈബാക്ക് ക്യാൻ ബി ഓഫ് ടു ടൈപ്സ്. ബൈബാക്ക് നമുക്ക് പ്രീമിയത്തിലും ബൈബാക്ക് ചെയ്യാം, ബൈബാക്ക് നമ്മൾ ഡിസ്കൗണ്ടിലും ചെയ്യാം. ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി ഡൺ അറ്റ് പാർ ഓൾസോ. ഓക്കെ, ബട്ട് പാർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്? അതിൽ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ പുറത്തുള്ള ഇക്വിറ്റി ഷെയർസിന് നമ്മൾ ബൈബാക്ക് ചെയ്യുമ്പോൾ
എന്തിനാണ് അവര് മാർക്കറ്റിലുള്ള പ്രൈസിന് തന്നെ അത് തിരിച്ചു കൊടുക്കുന്നത്? അവർക്ക് വേണമെങ്കിൽ അത് എ എന്ന് പറഞ്ഞ ആൾക്ക് ബിക്ക് വിറ്റാ പോരെ, കമ്പനിക്ക് വിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതേ പ്രൈസിന്. സോ യൂഷ്വലി ബൈബാക്ക് നടക്കുക ഇറ്റ് ഈസ് ഇൻ പ്രീമിയം. അതായത് ഷെയർ ട്രേഡ് ചെയ്യുന്നത് 100 റുപ്യാണ്. ഈ 100 റുപ്യക്ക് എനിക്ക് വേണമെങ്കിൽ വേറൊരാൾക്ക് ഷെയർ മാർക്കറ്റിൽ വിൽക്കാം. അപ്പൊ കമ്പനിക്ക് അത് വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കമ്പനി കൂടുതൽ പൈസ കൊടുക്കണം. അതായത് നമ്മൾ പറയാണ്, ടെൻഡർ പറയാണ് 150 റുപ്യ തരാം, നിങ്ങളാ ഇത് തന്നളാ എന്ന് പറയുമ്പോഴാണ് എന്ത് ബൈബാക്ക് ഉണ്ടാവുക യൂഷ്വലി. സോ യൂഷ്വലി നടക്കുന്നത് പ്രീമിയത്തിലാണ്, സംടൈംസ് ഡിസ്കൗണ്ടിലും നടക്കും. അതെങ്ങനെയാ? അതായത് ഒരു ഷെയറിന് മാർക്കറ്റിൽ ബയ്യേഴ്സ് ഇല്ല. ഒരു ഷെയറിന് മാർക്കറ്റില് ബയ്യേഴ്സ് ഇല്ല. എന്താണ്? ഒരു ഷെയർ ഒരു കമ്പനി ആകെ പൊളിയാൻ പോവാ. ആ പൊളിയാൻ പോണ കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ആരുമില്ല, വിൽക്കാനാണെങ്കിൽ ഇഷ്ടം പോലെ ആളാണ്. സോ കമ്പനിക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോഴത്തെ പ്രൈസിന് വിൽക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള 80 റുപ്യ 100 റുപ്യയുടെ ഷെയർ 80 റുപ്യക്ക് വേണമെങ്കിൽ ഞങ്ങൾ വാങ്ങാം. കാരണം നിങ്ങൾക്ക് മാർക്കറ്റിൽ സെല്ലേഴ്സ് ഇല്ല, ബയ്യേഴ്സ് ഇല്ല. അത് ബൈ ചെയ്യണമെങ്കിൽ, ഞങ്ങൾ ബൈ ചെയ്യണമെങ്കിൽ 80 റുപ്യക്ക് ബൈ ചെയ്യൂ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷെ പാറിനുള്ള ചാൻസ് വളരെ ലോ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ബൈബാക്ക് പല രീതിയിൽ ചെയ്യുന്നത്. ഈ ബൈബാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ? ഈ ബോട്ട് ബാക്ക് ഷെയർസ് നമ്മൾ എന്ത് ചെയ്യണം? യു ഷുഡ് ക്യാൻസൽ ഇറ്റ്. വേണ്ടേ? ഷെയർ ക്യാപിറ്റലിൽ നിന്ന് അത് കളഞ്ഞാൽ മാത്രമേ ഓണർഷിപ്പ് റദ്ദാവുള്ളൂ. പുറത്തുള്ള ആൾക്കാരുടെ ഓണർഷിപ്പ് റദ്ദാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ക്യാപിറ്റലിൽ നിന്ന് അത് കളയണം. സോ ദ തേർഡ് സ്റ്റെപ്പ് ഈസ് ബൈബാക്ക് ഓഫ് ഷെയർസ് ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈബാക്ക് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യലാണ്. സോ ബൈബാക്ക് എമൗണ്ട് ഒന്നെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്കോ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. എങ്ങനെയാണ്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്കോ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും. ഈ 4 സ്റ്റെപ്പ് ഇൻവോൾവ് ചെയ്യുന്നതാണ് എന്ത്? ബൈബാക്ക് എന്ന് പറയുന്ന പ്രൊസീജിയർ. സോ ഫസ്റ്റ് എന്താ? ബൈബാക്ക് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളുടെ ഓണർഷിപ്പ് കൂട്ടാൻ. അതിനാണ് ബൈബാക്ക് നമ്മൾ ചെയ്യുന്നത്. പുറത്ത് കുറെ ആൾക്കാരുടെ കയ്യിൽ ഷെയറുകൾ ഉണ്ട്. ആ ഷെയർ ഉണ്ടാവുന്ന സമയത്ത് നമ്മളുടെ ഓണർഷിപ്പ് കുറവാണ്. അപ്പോൾ നമ്മൾ എന്താ? അവരുടെ ഷെയർ ഒക്കെ തിരിച്ചു വാങ്ങി ക്യാൻസൽ ചെയ്യും. അപ്പൊ നമുക്കായിരിക്കും ഓണർഷിപ്പ് കൂടുതൽ. അതിന് വേണ്ടിയിട്ടാണ് ബൈബാക്ക് ചെയ്യുന്നത്. അത് ബൈബാക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യണം. അതാണ് ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് ബൈബാക്കിന്റെ. അതിന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് സെല് ചെയ്യാം, ഫ്രീ റിസർവിൽ നിന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സോ ഇക്വിറ്റി ഷെയർസോ ഇഷ്യൂ ചെയ്യാം. ബട്ട് ഇക്വിറ്റി ഷെയർസ് റയർ ആണ് എന്നുള്ളതും. പിന്നെ ബൈബാക്ക് നമുക്ക് ചെയ്യുമ്പോൾ പ്രീമിയം പ്രൈസിൽ ഇഷ്യൂ ചെയ്തിട്ട്, മീൻസ് പ്രീമിയം പ്രൈസിൽ ബൈ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലോ പാറിലോ ബൈ ചെയ്യാം. ബൈബാക്ക് ഷെയർസ് വാങ്ങിയ ഉടനെ തന്നെ അത് ക്യാൻസലൈസ് ചെയ്യണം. ആ ക്യാൻസൽ ചെയ്തതിന് ശേഷം ബൈബാക്ക് എമൗണ്ട് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്കോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവിലേക്കോ ട്രാൻസ്ഫർ ചെയ്യണം. ക്യാൻസൽ ചെയ്ത എമൗണ്ട് അല്ല, അതായത് ബൈബാക്കിന് ഉപയോഗിച്ച എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് നമ്മൾ CR, അത് എൻട്രി ഇടുമ്പോൾ അറിയാം, CRRഉം ക്യാപിറ്റൽ റിസർവിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇതാണ് 4 സ്റ്റെപ്പ്. ബൈബാക്ക് ചെയ്യുന്ന ഷെയർ അല്ല, ഷെയർ ഇവിടെ ക്യാൻസൽ ചെയ്തു. നമ്മൾ ഫ്രീ റിസർവിൽ നിന്നും സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും ഉപയോഗിക്കുന്നത്, അത് എന്തിനാന്നുള്ളത് ഞാൻ പറയാം എൻട്രി ഇടുമ്പോൾ. ഫ്രീ റിസർവ് എന്നും സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഉപയോഗിക്കുന്ന ഫണ്ട് നമ്മൾ CRRക്കും CRലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം 4 സ്റ്റെപ്പ് എഴുതി വയ്ക്കുക.
കാശിയോ എടുത്തോ. എന്ത് ഡിഗ്രി എന്തിനാ കോട്ടക്കൽ പോകുന്നു? ആ അങ്ങനെ ശരി. എഴുതിയോ? ശീലോ? കഴിഞ്ഞോ ശീലേ? ബൈബാക്ക് അമൗണ്ട് ട്രാൻസ്ഫർ, CRR, ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ റിഡംഷൻ റിസർവും ക്യാപിറ്റൽ റിസർവ്. ക്ലിയർ ആണോ? ജസീലേ വേഗാവട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ ഇനി സ്റ്റെപ്പുകൾ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ബൈബാക്കിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തണം അല്ലേ? അപ്പോ കളക്ഷൻ ഓഫ് ബൈബാക്ക് ഫണ്ട് ഫസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. ഞാൻ സ്റ്റെപ്പ് ഒന്നും എഴുതിയൊക്കെ എഴുതിട്ടോ, ഇനി എക്സാമിന് അതിൽ ജേണൽ മാത്രമേ ഉള്ളൂ. കളക്ഷൻ ഓഫ് ബൈബാക്ക് ഫണ്ട്, കളക്ഷൻ ഓഫ് ബൈബാക്ക് ഫണ്ട് ത്രൂ ഇൻവെസ്റ്റ്മെന്റ്സ്. എന്താ വരിക? എന്താ എൻട്രി വരിക? ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്യുമ്പോ എന്താണ് എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. സോ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്യും. എങ്ങനെ ഇതൊക്കെ മനസ്സിലായില്ല? എങ്ങനെ എൻട്രി വന്നതെന്ന് മനസ്സിലായോ? എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്യുമ്പോൾ ക്യാഷ് വരും. ക്യാഷ് കൂടുമ്പോൾ ഡെബിറ്റ് സൈഡിൽ കൂടും. ഡെബിറ്റ് സൈഡിലുള്ള ഒരു സാധനം കൂടിയാൽ ഡെബിറ്റ് തന്നെ ചെയ്യണം. സോ ബാങ്ക് അക്കൗണ്ട് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ. 2, കളക്ഷൻ ഓഫ് ഫണ്ട് ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്. കളക്ഷൻ ഓഫ് ഫണ്ട് ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്. കളക്ഷൻ ഓഫ് ഫണ്ട്സ് ബൈ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിബഞ്ചേഴ്സ്. ബട്ട് അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അത് പാറിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിബഞ്ചേഴ്സ്, പ്രീമിയത്തിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റി പ്രീമിയം. 2 ഡിബഞ്ചേഴ്സ് ബാങ്ക് പിന്നെ അല്ല, പാറിലാണെങ്കിൽ കറക്റ്റ് ആയ എമൗണ്ട് അല്ലേ വരുള്ളൂ. എക്സ്ട്രാ വരുമ്പോ ഡിബഞ്ചേഴ്സും പ്രീമിയവും വരും തൊട്ടടിയില്. മനസ്സിലായോ? അതായത് ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്ത് നമുക്ക് ഫണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല.
അല്ല, അപ്പൊ നേരെ തിരിച്ച് എൻട്രി വരും, മുകളിൽ ഡിസ്കൗണ്ട് വരും. സോ ഇവിടെ നോക്കുക, ഇപ്പൊ പാറിലാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് മാത്രം ഇട്ടാൽ മതി. ഇതെന്താ സംഭവം? ഡിബഞ്ചേഴ്സ് മേടിക്കുന്നു, ക്യാഷ് കിട്ടുന്നു, ക്യാഷിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇനി പ്രീമിയത്തിലാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചർ അക്കൗണ്ട് ക്രെഡിറ്റ്, അതേപോലെ സെക്യൂരിറ്റി പ്രീമിയം ക്രെഡിറ്റ്സ് ആയിരിക്കും. ഓക്കെ. ഇനി ഡിസ്കൗണ്ട് ആണെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ 10, ഇവിടെ 10. ഓക്കെ. ഇവിടെ 12 റുപ്യ കളക്ട് ചെയ്തു, ഡിബഞ്ചർ 10 ഉള്ളൂ, 2 റുപ്യ സെക്യൂരിറ്റി പ്രീമിയം. ഇനി ഡിസ്കൗണ്ട് ആണെങ്കിൽ ഇറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ്. ഓക്കെ. അപ്പൊ എന്താ വരിക? ഇവിടെ 8 റുപ്യ നമുക്ക് കിട്ടുന്നുള്ളൂ, 2 റുപ്യ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്തു, 10 റുപ്യാണ് നമ്മളുടെ വാല്യൂ. ക്ലിയർ? ഡിസ്കൗണ്ട് കൊടുക്കുന്ന സമയത്ത് ഡിസ്കൗണ്ട് അക്കൗണ്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടോ യൂസ് ചെയ്യാം കേട്ടോ. ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമുക്കിപ്പോ ഫണ്ടായി, നെക്സ്റ്റ് ഫണ്ട് കൊടുക്കണം. അതായത് ബൈബാക്കിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് കൊടുത്തതിന് ശേഷം മാത്രമേ ഡ്യൂ എൻട്രി ഇടാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഡ്യൂ എൻട്രി ഇട്ടിട്ട് കൊടുക്കാൻ പറ്റൂല. ക്യാൻസൽ ചെയ്തതിന് ശേഷം അവർക്ക് ഫണ്ട് കൊടുക്കാൻ പറ്റില്ല, കൊടുത്തതിന് ശേഷം മാത്രമേ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് പേയ്മെന്റ് അവർക്ക് കൊടുക്കുന്ന എൻട്രിയാണ് വരിക. കൊടുക്കുമ്പോ എങ്ങനെയായിരിക്കും? ഫണ്ട് കൊടുക്കുമ്പോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക്. ഷെയർ ഹോൾഡേഴ്സിനെ ക്യാൻസൽ ചെയ്യുന്നത് ഷെയർ ക്യാപിറ്റൽ അല്ല കേട്ടോ. നൗ ഷെയർ ക്യാപിറ്റലിന്റെ അണ്ടറിൽ there are ഷെയർ ഹോൾഡേഴ്സ് എ അക്കൗണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ബി അക്കൗണ്ട്. അങ്ങനെ ഇതിൽ ഒരാളല്ലേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. മൊത്തം ഷെയർ ക്യാപിറ്റലിലേക്ക് നമുക്ക് ക്യാൻസലേഷൻ എൻട്രി ഇടാൻ പറ്റൂല. സോ ഇതിൽ 1 or 2 പേരെയാണ് അവർ ഇല്ലാതാക്കുന്നത്. സോ എങ്ങനെയായിരിക്കും എൻട്രി വരിക? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക്. ഓക്കെ. ഇല്ല, അതൊക്കെ ഡ്യൂ എൻട്രി ആണ്. അത് ഡ്യൂ എൻട്രി ആണ്. ഫ്രീ റിസർവിൽ നിന്ന് എന്തെങ്കിലും സാധനം കളക്ട് ചെയ്യണം. ഫ്രീ റിസർവ് നമ്മളുടെ കയ്യിലുള്ള സാധനമാണ്. ഇൻവെസ്റ്റ്മെന്റും ഡിബഞ്ചറും നമ്മൾ വിൽക്കുന്ന സാധനമാണ്. ഫ്രീ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് ആണ്, ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എടുക്കുകയാണ്. അപ്പൊ അതിന് സെപ്പറേറ്റ് എൻട്രി വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡിബഞ്ചറോ ഇൻവെസ്റ്റ്മെന്റോ നമുക്ക് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്തിട്ടേ പൈസ ഉണ്ടാക്കാൻ പറ്റൂ. ഡിബഞ്ചർ നമുക്ക് ഇഷ്യൂ ചെയ്തിട്ടേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഫ്രീ റിസർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഫ്രീ ആയിട്ടുള്ള റിസർവ് ആണ്. അതിന് പിന്നെ നമ്മൾ കളക്ട് ചെയ്യണം, അതിന്റെ ആവശ്യമില്ലല്ലോ, കയ്യിലില്ലേ. നൗ ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ പാറിലാണ് എടുക്കുന്നത്, നമ്മളപ്പോ എത്ര കൊടുക്കേണ്ടത്? 10 റുപ്യ കൊടുക്കേണ്ടി വരും. ഓക്കെ. ഇതെന്താണിത്? പേയ്മെന്റ് ഓഫ് ബൈബാക്ക് അമൗണ്ട് ടു ഷെയർ ഹോൾഡർ. ഏത്? അതെ, അതെ. ഇത് സ്റ്റേജസ് ആണ്. ഇവിടുത്തെ സ്റ്റേജസ് മാറും. അതായത് കുറെ സംഭവമുണ്ട്. പേയ്മെന്റ് ഓഫ് ബൈബാക്ക്
എമൗണ്ട് ടു ഷെയർ ഹോൾഡേഴ്സ്. അല്ല, ഇതിൽ ക്യാൻസൽ ആവൂല. അടുത്തതിൽ ഇനി നമ്മൾ ഷെയർ ക്യാപിറ്റൽ നിന്ന് ക്യാൻസൽ ചെയ്യും, ഫണ്ട് കുറക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഇത് നെക്സ്റ്റ് എന്താ? ക്യാൻസലേഷൻ ആണ്. ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്. ഇപ്പൊ ഷെയർ അവരുടെ നിന്ന് തിരികെ വാങ്ങി, ഇനി അത് ക്യാൻസൽ ചെയ്യണം. ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് ബോട്ട് ബാക്ക്. 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 അപ്പൊ എന്തെന്നാ ക്യാൻസൽ ചെയ്യാ? നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാ ക്യാൻസൽ ചെയ്യാ അല്ലെ? ഡെപ്റ്റർ ഫ്രീ റിസർവ്സ് or security premium account, debtor, to shareholders account. ഓക്കെ, ഇതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. ഇവിടെ നോക്കുക, നമ്മള് 10 റുപ്യയുടെ ഒരു ഷെയർ തിരികെ വാങ്ങാൻ 15 റുപ്യ കൊടുക്കുന്നത്. ഷെയർ ക്യാപിറ്റൽ ഇത് 10 റുപ്യല്ലേ ഉണ്ടാവുള്ളൂ. 5 റുപ്യ പ്രീമിയോ എക്സ്ട്രാ കൊടുക്കുന്നത് നമ്മൾ എവിടുന്ന് സെറ്റ് ചെയ്യണം? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്നോ ഫ്രീ റിസർവ് എന്നോ സെറ്റ് ചെയ്യണം. ഷെയർ ഹോൾഡേഴ്സിന് മൊത്തമായി കൊടുക്കേണ്ടത് 15 റുപ്യാണ്. ക്ലിയർ ആണോ? ഇതാണ് എൻട്രി. സോ ഷെയർ ഹോൾഡേഴ്സ്, ഇവിടെ എത്ര ബാങ്കിൽ കൊടുക്കുക? 15 റുപ്യ അല്ലേ? ഈ 15 റുപ്യ എങ്ങനെ വന്നത്? 10 റുപ്യ ഷെയർ ക്യാപിറ്റലിൽ നിന്ന് കൊടുത്തു, 5 റുപ്യ ഫ്രീ റിസർവ് സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നോക്കുക, എഴുതിയോ? ഇതെന്താണ്? ഷെയർസ് ബോട്ട് ബാക്ക് അറ്റ് പ്രീമിയം അല്ലെ? കൂടുതൽ പൈസ കൊടുത്ത് തിരിച്ചു വാങ്ങുമ്പോഴാണ് ഈ എൻട്രി വരിക. ചിലപ്പോൾ ഡിസ്കൗണ്ടിലും കൊടുക്കാം, പാറിലും കൊടുക്കാം. പാറ് കൊടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡയറക്ട്ലി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അക്കൗണ്ട് വരും. 10 ഇതാണ് പാറ്. ഡിസ്കൗണ്ട് ആവുമ്പോൾ എന്ത് വരും? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്, സോറി, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ഡിസ്കൗണ്ടിന്റെ നിയമം എന്താ? ഡിസ്കൗണ്ട് ക്യാൻ ബി ടേക്കൺ ഫ്രം ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവ് എന്നാണ് നമ്മൾ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള തുക ബൈബാക്കിൽ എടുക്കാൻ പാടുള്ളൂ. വേറെ എവിടുന്നും ബൈബാക്കിൽ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടുള്ള തുക എടുക്കാൻ പറ്റൂല. കാരണം നമുക്കുണ്ട് ക്യാപിറ്റൽ റിസർവും സെക്യൂരിറ്റി പ്രീമിയം എന്തിനു വേണ്ടിയിട്ടേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. സോ ഇവിടെ ഏതാ വരിക? ക്യാപിറ്റൽ റിസർവ് ആണ് വരിക. നൗ ഷെയർ ക്യാപിറ്റൽ 10ഉം ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ കൊടുക്കുന്നത് 8ആണ്. 2 റുപ്യ ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് ക്യാപിറ്റൽ റിസർവ്. ആ ഡിസ്കൗണ്ട് റിസീവ് ചെയ്താണേ. 10 റുപ്യയുടെ ഷെയർ, 10 റുപ്യ മിഥിലാജിന്റെ കമ്പനിയിൽ ഓണർഷിപ്പ് ഉണ്ട്. 10 റുപ്യ തന്നിട്ടുണ്ട്. 10 റുപ്യ തന്നതിൽ ഞാൻ 8 റുപ്യ അവന് കൊടുക്കുള്ളൂ. ബാക്കി 2 റുപ്യന്റെ ലാഭം. അതായത് ബൈബാക്ക് പറയണത് എന്താന്ന് വെച്ചാൽ നമുക്ക് സാധാ ഡിസ്കൗണ്ട് അക്കൗണ്ട് ഇടാൻ പറ്റൂല. ക്യാപിറ്റൽ റിസർവ് തന്നെ ഇടണം. ഡിസ്കൗണ്ട് വരികയാണെങ്കിൽ ക്യാപിറ്റൽ റിസർവ് തന്നെ ഇടണം. അതേ സീലേ.
ഓക്കെ, ഇനി ബൈബാക്കിന് നമ്മൾ ഉപയോഗിച്ച എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിൽ ഉപയോഗിക്കണം. നമുക്ക് ഇത് ചെയ്യണം. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ബൈബാക്കിന് നമ്മൾ ആക്ച്വലി ഉപയോഗിച്ച എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഇതാണ്. ഷെയർ ക്യാപിറ്റലിൽ നിന്ന് ക്യാൻസൽ ചെയ്യുന്നത് ഓൾറെഡി അവർ തന്നിട്ടുള്ള എമൗണ്ടാ. സോ അത് നമ്മൾ വീണ്ടും നമ്മൾ തിരിച്ചു കൊടുക്കാൻ ഉപയോഗിക്കുന്നത് നമ്മൾ എക്സ്ട്രാ ഫണ്ട് എടുത്തതല്ല. ഈ എക്സ്ട്രാ ഫണ്ട് എടുത്ത എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ ഫ്രീ റിസർവ്സ് ഓഫ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിഡംഷൻ ചെയ്യാം, അല്ലെങ്കിൽ ജനറൽ റിസർവ് ടു ക്യാപിറ്റൽ റിഡംഷൻ ചെയ്യാം. അത് പറ്റില്ലടാ, മൊത്തം തീർന്നതിന് ശേഷം ബൈബാക്ക് ചെയ്യാൻ പറ്റും. അലോട്ട്മെന്റിന്റെ അപ്പോ നമ്മൾ ഇനി നമ്മൾ ഷെയർ കൊടുക്കണ്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ അലോട്ട്മെന്റ് മണി തിരിച്ചു കൊടുത്തിട്ടാണ് ക്യാൻസൽ ചെയ്യുക. ഷെയർ ഞാൻ കൊടുക്കാൻ നിൽക്കണുള്ളൂ, അപ്പൊ തന്നെ നമുക്ക് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ പിരിച്ച പൈസയൊക്കെ തിരിച്ചു കൊടുത്താൽ അവിടെ ക്യാൻസൽ ആവും. നേരെ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചു വാങ്ങുന്നതാണ് ബൈബാക്ക്. അലോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചു വാങ്ങാൻ പറ്റുള്ളൂ. ഫുൾ പേയ്മെന്റും കിട്ടണം, പിന്നെ അതിന് കുറെ കണ്ടീഷൻ ഉണ്ട്. ബൈബാക്ക് ചെയ്യുമ്പോൾ ഇത്ര വർഷം കഴിയണം അലോട്ട്മെന്റിൽ നിന്ന് എന്നുള്ളതൊക്കെ. അപ്പോ അത് കമ്പനിയിലോല് വരുന്നത്. സോ ഇവിടെ വരൂല, കമ്പനിയിലോ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരൂല എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ എൻട്രി ഉള്ളത്. സോ ഫസ്റ്റ് എൻട്രി എന്താ? നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ സെൽ ചെയ്തിട്ടാണ് ബൈബാക്ക്. ഈ എൻട്രികളെല്ലാം വരണമെന്നില്ല കേട്ടോ. ചിലപ്പോൾ നമ്മൾക്ക് മൊത്തമായിട്ടുള്ള ഫണ്ട് ഫ്രീ റിസർവിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ഇൻവെസ്റ്റ്മെന്റ് സെൽ ചെയ്യുകയാണെങ്കിലുള്ള എൻട്രി ആണത്. ഡിബെഞ്ചർ ഇഷ്യൂ ആണെങ്കിലുള്ള എൻട്രിയാണ് രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താ? പേയ്മെന്റ് കൊടുക്കുകയാണ് ബൈബാക്കിന്റെ. നാലാമത്തത് എന്താ? അതിന്റെ ഡ്യൂ എൻട്രി ആണ്. അത് എവിടുന്ന് കൊടുത്തു, എങ്ങനെ കൊടുത്തു എന്നുള്ളത്. അഞ്ചാമത് എന്താ? മേടിച്ച സാധനം നമ്മള് ഇത് ക്യാൻസലേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്തത് റിഡംഷൻ, നമ്മുടെ റിഡംഷൻ റിസർവിലേക്ക് എക്സ്ട്രാ എമൗണ്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് തട്ടി. ഓക്കെ, CRR എന്തിനൊക്കെ യൂസ് ചെയ്യാന്നുള്ളത് വേറെ ഉണ്ട്. അത് ബോണസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഓക്കെ, പ്രോബ്ലം ചെയ്യാം. ഇൻവെസ്റ്റ്മെന്റ് സെയിം. അതായത് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എടുക്കൂലേ, ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെല് ചെയ്യുന്നുണ്ടല്ലോ, സെല് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സാധനം വന്ന് കിടക്കുക നമ്മുടെ ഫ്രീ റിസർവ് വെക്കാം. അതിന് എൻട്രി വേണ്ട, ഡയറക്ട്ലി ഫ്രീ റിസർവ് നിന്ന് എടുത്ത് കൊടുക്കുക ചെയ്യുക. എന്ത് അത് എഴുതിയില്ല. സെക്യൂരിറ്റി പ്രീമിയം, ഫ്രീ റിസർവ് അല്ലെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. അതായത് ഏതാണോ നമുക്ക് തന്നിട്ടുള്ളത് അതിൽ നിന്ന് നമ്മൾ CRRക്ക് മാറ്റുക. അതെ, പിന്നെ ഫ്രീ റിസർവ് എടുക്കുക, പിന്നെ ജനറൽ റിസർവ് എടുക്കുക. ഫോർമാറ്റ് മനസ്സിലായില്ലേ? നമ്മൾ പ്രീമിയം റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം എടുക്കുക, പിന്നെ ഫണ്ട് ഇല്ലെങ്കിൽ ഫ്രീ റിസർവ് എടുക്കുക, പിന്നെ ജനറൽ റിസർവ് എടുക്കുക. റിഡംഷൻ എന്ന് ഞാൻ പറഞ്ഞോ? ബൈബാക്ക് എമൗണ്ട് ട്രാൻസ്ഫേർഡ് എന്നല്ലേ പറഞ്ഞു? അതാണ് ഉദ്ദേശിച്ചത്. CRR ആണ് ഉദ്ദേശിച്ചത്. CRR എന്ന് പറഞ്ഞാൽ ഒരു ചില പർപ്പസുകൾക്ക് മാത്രമായിട്ട് നമ്മൾ കരുതി വെക്കുന്ന റിസർവ്, അതാണ് CRR. ആ, പ്രോഫിറ്റ് മാറ്റി വെക്കുകയല്ല, ഇങ്ങനെ ഓരോ പരിപാടികൾ നടക്കുമ്പോൾ അതിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് വെക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ. ക്യാപിറ്റലിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന റിസർവ് ക്യാപിറ്റൽ റിഡക്ഷൻ റിസർവ് അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അതാണ് സംഭവം. അതായത് ഇത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ഇനി എവിടെയൊക്കെ വരും? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലിൽ വരും. ഇനി അവിടെയൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക. ഓക്കെ, അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അതായത് ആക്ച്വൽ പ്രാക്ടിക്കലി നോക്കുമ്പോൾ എന്താ ചെയ്യുക? നമ്മള് ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല് ചെയ്ത പൈസേനെ നമ്മൾ എന്ത് ചെയ്യും? ക്യാഷ് അക്കൗണ്ട് അപ്റ്റഡ് ടു ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും. അല്ലെ, ഫ്രീ റിസർവ് അക്കൗണ്ട് അപ്റ്റഡ് ടു
ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഫ്രീ റിസർവ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കും. പക്ഷെ ആ എൻട്രി നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് ആ മാറ്റുന്ന എൻട്രി ഒന്നും നമ്മളുടെ ഇതിൽ വരൂല, അങ്ങനെ ഡയറക്റ്റ് വരും. ക്ലിയർ ആണോ? ഇനി ഒന്നും കൂടി ഉണ്ട്, അതായത് ചില സമയത്ത് ബൈബാക്ക് ചെയ്യാൻ നമ്മൾ എക്സ്പെൻസസ് ഇൻകർ ചെയ്യേണ്ടി വരും. സ്റ്റാമ്പ് ഡ്യൂട്ടി, ബ്രോക്കറേജ്, ലീഗൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലറ ചില്ലറ എമൗണ്ട് നമുക്ക് ബൈബാക്കിൽ വരും. സോ അതെങ്ങനെ നമ്മൾ ചെയ്യുക? ഫസ്റ്റ് എൻട്രി ബൈബാക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്, P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു ബൈബാക്ക് എക്സ്പെൻസ്. 2 എൻട്രികളാണ് വരിക. എന്ത്? ബൈബാക്ക് എക്സ്പെൻസ്, buyback expense account debtor to cash or bank and P&L account debtor to buyback expense account. അവിടെ okay, problem now. Okay, following is the balance sheet of Adarsh Limited. Following is the balance sheet of Adarsh Limited. Following is the balance sheet of Adarsh Limited. Okay, asset liability ബാലൻസ് ഷീറ്റ് വരയ്ക്കുക. ലയബിലിറ്റി അസറ്റ്, ഓക്കെ. അതിൽ ക്യാപിറ്റലിന്റെ അണ്ടറിൽ, ലയബിലിറ്റി സൈഡിലെ ക്യാപിറ്റലിന്റെ അണ്ടറിൽ 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each. എന്താ ഇവന്റെ ബുക്കിന്റെ ഒക്കെ അവസ്ഥ? 2 lakh ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each എങ്ങനെ 25 ലക്ഷം വരുന്നത്? ഇപ്പൊ ഏതപ്പോ ഞാൻ എഴുതുന്നുണ്ട്? ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്തിരിക്കണ ഏതിലാവോ? ഓക്കെ, എഴുതിക്കോ. 20 ലക്ഷം, ഇതിൽ 25 ലക്ഷം. അതറിയില്ല, ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാം. ഓക്കെ, then 2010% preference shares of 100 each. 2000 preference shares, 10% preference shares of 100 each. 2000 10% preference shares of 100 each. 2000 10% preference shares of 100 each. അതെത്രയാ? 2 ലക്ഷം. ഓക്കെ, നെക്സ്റ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. നെക്സ്റ്റ് ഹെഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അതിലുള്ള റിസർവുകളാണ് വായിക്കുന്നത്. ക്യാപിറ്റൽ റിസർവ് 1000, അതായത് 1 lakh. ക്യാപിറ്റൽ റിസർവ് 1 lakh. റവന്യൂ റിസർവ് 3 lakh. സെക്യൂരിറ്റീസ് പ്രീമിയം 2,20,000. 3 ലക്ഷം. സെക്യൂരിറ്റി പ്രീമിയം 2,20,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 3,50,000. ഓക്കെ, 350. നെക്സ്റ്റ് കറന്റ് ലയബിലിറ്റീസ്. കറന്റ് ലയബിലിറ്റീസ് 1,40,000. അതിന്റെ ടോട്ടൽ ഒന്ന് കൂട്ടിയേക്കാം.
33 ഫസ്റ്റത്തെ എത്ര 25 ലക്ഷം. ആ ഫസ്റ്റത്തെ 25 ലക്ഷം അല്ല, എന്നാലും ശരിയാവൂലല്ലോ. രണ്ടാമത്തെ 2 ലക്ഷം അല്ലേ. പിന്നെ മൂന്നാമത്തെ ക്യാപിറ്റൽ റിസർവ് 10 ലക്ഷം ഒക്കെ 1 ലക്ഷം അല്ല, അത് എന്താന്ന് വെച്ചാലേ തൗസൻഡ്സിലാണ് തന്നിട്ടുള്ളത്. ഓക്കെ, 10 ലക്ഷം 30 ലക്ഷം 22 ലക്ഷം 35 ലക്ഷം എന്നാക്കുക. 1 ലക്ഷം 3 ലക്ഷം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അത് മാറ്റിയിട്ട് 10 ലക്ഷം 30 ലക്ഷം 22 ലക്ഷം 35 ലക്ഷം. കറന്റ് ലയബിലിറ്റി 14 ലക്ഷം. ഇനി ടോട്ടൽ പറയാം. ഇനി ടോട്ടൽ ചെയ്തിട്ട് എത്ര വരുന്നത്? കാരണം 20 25 അറിയില്ല. 2 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each എന്ന് പറഞ്ഞാൽ എനിക്ക് 20 ലക്ഷം, പക്ഷെ ഇതിൽ 25 ലക്ഷമാണ്. ഇല്ലല്ല 2 ലക്ഷം. ആ 1 കോടി. അപ്പൊ അത് 25 ലക്ഷം ആക്കിക്കോ. അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തിക്കോ. 1 കോടി 38 ലക്ഷമാണ് ഇതില്. 2,50,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 each നാക്കുക. മനസ്സിലായോ? ഇപ്പൊ കറക്റ്റ് ആയില്ലേ? 1 കോടി 38 ലക്ഷം ആയില്ലേ? ഇനി അസറ്റ് സൈഡ്. ഫിക്സഡ് അസറ്റ് 93 ലക്ഷം. ഫിക്സഡ് അസറ്റ് 93 ലക്ഷം. ഇൻവെസ്റ്റ്മെന്റ് 30 ലക്ഷം. കറന്റ് അസറ്റ് 15 ലക്ഷം. കറന്റ് അസറ്റ് 30 ലക്ഷം. കറന്റ് അസറ്റ് 15 ലക്ഷം. ഓക്കെ, നെക്സ്റ്റ്. The company passed a resolution. The company passed a resolution to buy back 20% of equity share capital. To buy back 20% of equity share capital. Buy back 20% of equity share capital at rupees 50 per share. At rupees 50 per share. 50. For this purpose, it sold its investments for rupees 22 lakh. It sold its investments for 22 lakhs. It sold its investments for 22 lakhs. Pass necessary journal entries for the buyback. Pass necessary journal entries for the buyback. സോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്ത് ഫണ്ട് ഉണ്ടാക്കണം. എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ടു ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്നെഴുതിയാൽ പറ്റൂല. നൗ എന്തിനാണ് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ളത്?
ഇൻവെസ്റ്റ്മെന്റിന്റെ യഥാർത്ഥ വാല്യൂ 30 ലക്ഷമാണ്. അത് 22 ലക്ഷത്തിനാണ് വിൽക്കുന്നത്. സോ ദർ വിൽ ബി P&L അക്കൗണ്ട് കമ്മിങ്. അല്ല അല്ല അല്ല, ഇറ്റ് സോൾഡ് ഇറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ്സ് ഫോർ 20 lakhs. 22 lakhs. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവുക? ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്യാണ്. ഇൻവെസ്റ്റ്മെന്റ് സെല് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ബാങ്കിൽ പൈസ കിട്ടും അല്ലെ? ബാങ്കിൽ പൈസ കിട്ടും. എത്ര റുപ്യ കിട്ടുന്നത്? 22 ലക്ഷമാണ് കിട്ടുന്നത്. ടു ഇൻവെസ്റ്റ്മെന്റ് ഇടുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നത്? ഇൻവെസ്റ്റ്മെന്റ് 30 ലക്ഷമാണ്. എന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ 30 ലക്ഷമാണ്. അതിന് 22 ലക്ഷം എനിക്ക് കിട്ടുന്നുള്ളൂ. സോ ഇവിടെ എനിക്കൊരു ലോസ് അല്ലേ വരുന്നത്? അപ്പൊ ലോസ് 8 lakh ആണ്. അപ്പൊ ഇവിടെ എന്താ? P&L അക്കൗണ്ടിൽ 8 lakh ഡെബിറ്റ് ചെയ്യണം. ക്ലിയർ ആണോ? എന്താ സംഭവം? നമ്മളൊരു സാധനം വിൽക്കുന്ന സമയത്ത് 30 ലക്ഷത്തിന്റെ സാധനം 30 ലക്ഷത്തിന് തന്നെ വിറ്റാ എന്താ? ഡയറക്റ്റ് എൻട്രി ഇടാം. എന്ത്? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇൻവെസ്റ്റ്മെന്റ്. പക്ഷെ ഇവിടെ ഒരു ലോസ് വരുന്നുണ്ട് അല്ലെ? ആ ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം? ബുക്ക് ചെയ്യണം. അപ്പൊ എങ്ങനെ നമ്മൾ എഴുതുക? P&L അക്കൗണ്ട് അപ്റ്റർ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ P&L അക്കൗണ്ട് അപ്റ്റർ ടു ഇൻവെസ്റ്റ്മെന്റ് എന്ന് എഴുതണം. കാരണം ലോസ് ആണ്. ഈ P&L ഇട്ടിട്ടില്ലെങ്കിൽ ഈ ലോസ് അവിടെ പോവും, എവിടെയും പോവില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. എന്ത്? ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഇൻവെസ്റ്റ്മെന്റ് 22 ലക്ഷം എന്ന് എഴുതാം. P&L അക്കൗണ്ട് അപ്റ്റർ ടു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് 8 ലക്ഷം സെപ്പറേറ്റ് എൻട്രികളായിട്ട് എഴുതാം. യെസ്, എഴുതിയോ രണ്ടാമത്തെ എൻട്രി? രണ്ടാമത്തെ എൻട്രി പേയ്മെന്റ് പൈസ കൊടുക്കുക തിരിച്ച്, അതല്ലേ രണ്ടാമത്തെ എൻട്രി. ഡിബഞ്ചേഴ്സ് ഇല്ലല്ലോ, ഡിബഞ്ചേഴ്സ് വിറ്റു എന്ന് പറയണ്ടോ? പേയ്മെന്റ് ചെയ്യാ. 20% തിരിച്ചു വാങ്ങുന്നത്. എത്ര ഷെയർ ആണ്? 2 ലക്ഷം ഷെയർസിൽ 20% ഷെയർസ് തിരിച്ചു 20 അല്ലേ? 20% അത് നമ്മൾ മാറ്റിയില്ലത് 2.5 ലക്ഷം ആക്കിയില്ലേ? 2.50 ആക്കിയില്ലത്. 2.50ന്റെ 20%, അതായത് 50,000 ഷെയർസ് നമ്മൾ തിരിച്ചു വാങ്ങുകയാണ്. 50,000 ഷെയർസ് തിരിച്ചു വാങ്ങുന്നത് 50 രൂപയ്ക്കാണ് അല്ലേ? അപ്പൊ എത്ര? 25 ലക്ഷമോ? 25 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ തിരിച്ചു വാങ്ങുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് അപ്റ്റർ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അപ്റ്റർ ടു ബാങ്ക് അക്കൗണ്ട്. കാരണം പൈസ പോവാണ്, 25 lakhs വരും. ബാക്കി 15 പ്രീമിയം ആണ്.
ആ നമ്മളെത്ര ബോട്ട് ബാക്ക് ചെയ്തത് 50,000 അല്ലേ? 50,000 ഷെയർസ് ഇൻറ്റു 10 അതിന്റെ ആക്ച്വൽ വാല്യൂ. അതായത് 5 ലക്ഷം റുപ്യാണ് അതിന്റെ ആക്ച്വൽ വാല്യൂ. ബാക്കി 20 ലക്ഷം പ്രീമിയം ആണ്. അപ്പൊ നെക്സ്റ്റ് എൻട്രി എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഡെപ്റ്റർ, സെക്യൂരിറ്റി പ്രീമിയം ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര പോവാ? ഷെയർ ക്യാപിറ്റലിലേക്ക് 5 ലക്ഷം. 20 ലക്ഷം എങ്ങട്ടാ? സെക്യൂരിറ്റി പ്രീമിയത്തിലേക്കാണ് പോകേണ്ടത്. നൗ എപ്പോഴും നിങ്ങൾ നോക്കേണ്ടത് അതിനുള്ള ബാലൻസ് സെക്യൂരിറ്റി പ്രീമിയത്തിൽ ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ ആ എൻട്രി ഇടുക. ഇല്ലെങ്കിൽ റിസർവിൽ നിന്ന് സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രീ റിസർവോ ജനറൽ റിസർവോ റവന്യൂ റിസർവോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യൽ നടക്കുള്ളൂ. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അതായത് നമ്മളുടെ എൻട്രി എന്താ? മൂന്നാമത്തെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, സെക്യൂരിറ്റി പ്രീമിയം ഓർ ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഇതാണ് ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇതാണ് എൻട്രി. ഈ എൻട്രിയിൽ എന്താ നമ്മൾ പറഞ്ഞത്? ഷെയർ ക്യാപിറ്റലിന്റെ യഥാർത്ഥ വാല്യൂ എത്ര? യഥാർത്ഥ വാല്യൂ 10 റുപ്യയുടെ ഷെയർ ആണ്. 10 ഇൻറ്റു 50,000 ആണ് തിരിച്ചു വാങ്ങുന്നത്. സോ ദിസ് ഈസ് 5 lakh. ബാക്കി നമ്മൾ 25 ലക്ഷം കൊടുത്തതിലെ 20 ലക്ഷം എന്താണ്? പ്രീമിയമോ ഫ്രീ റിസർവിൽ നിന്നോ എടുക്കേണ്ട പൈസയാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സിന് 25 ലക്ഷം നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, സോ ഇവിടുന്ന് 20 ലക്ഷം നിങ്ങൾ എടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ഈ 20 ലക്ഷം വേണ്ടേ? ഇല്ലാതെ അങ്ങോട്ട് എടുക്കാൻ പറ്റൂലല്ലോ. അപ്പോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ഫണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഫ്രീ റിസർവിൽ നിന്ന് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി ഇട്ടിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ സെക്യൂരിറ്റി പ്രീമിയം ആൻഡ് ഫ്രീ റിസർവ് എന്ന് കൊടുക്കണം ബാക്കിയുള്ള തുകക്ക്. മനസ്സിലായോ? അതായത് ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ തിരിച്ചു വാങ്ങുന്നത് 30 ലക്ഷത്തിനാണ് വിചാരിക്കുക. 30 ലക്ഷം കഴിഞ്ഞിട്ട് ഇവിടെ 25 ലക്ഷം വരും. അങ്ങനെയാണെങ്കിൽ 22 ലക്ഷം റുപ്യ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ഉള്ളൂ. സോ ഇവിടെ 22 ലക്ഷമേ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറഞ്ഞിടാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളത് എവിടുന്ന? ഫ്രീ റിസർവ് എന്ന് പറഞ്ഞ് 3 ലക്ഷം ഇട്ടിട്ട് ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇടണം. ക്ലിയർ ആണോ? അപ്പൊ ആദ്യം ബാലൻസ് ഷീറ്റ് അതിനാണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടുത്തെ എൻട്രി എന്താ? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എത്ര വരും? 5, 20, 25 എന്ന് വരും. ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യാം. അതായത് ഫ്രീ റിസർവ് എന്നാണ് എടുക്കണമെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയവും ഫ്രീ റിസർവും കൂടി കൂട്ടിയിട്ട് നമ്മൾ CRRക്ക് ഇടണം. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം മാത്രം എടുത്തിട്ട് CRRക്ക് ഇട്ടാൽ മതി. മനസ്സിലായോ? അതായത് ഇവിടെ രണ്ടൊന്നും എടുക്കുന്നുണ്ട്. സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് മാത്രമല്ല പ്രീമിയം കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, ഫ്രീ റിസർവ് ഒന്നും എടുക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഈ ഫണ്ടും CRRക്ക് മാറ്റണ്ടേ? അപ്പൊ ഇത് രണ്ടൊന്നും പോവുമല്ലോ. നേരെ മറിച്ചിട്ട് സെക്യൂരിറ്റി പ്രീമിയം മാത്രമാണ് 25 ലക്ഷം എങ്കിൽ അത് മാത്രം ഫ്രീ റിസർവ് ഓൾറെഡി നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ആ 25 ലക്ഷം സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് CRRക്ക് കൊടുത്താൽ ഇത് എഴുതിയോ? എന്തൊക്കെ കഴിഞ്ഞു? നമ്മളെ ക്യാൻസലേഷൻ വരെയുള്ള പരിപാടികൾ കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ? CRRക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പരിപാടിയാണ് അല്ലെ? എന്താ വരിക? CRRക്ക് ട്രാൻസ്ഫർ എത്ര എമൗണ്ട് വരിക? അല്ല, സെക്യൂരിറ്റി പ്രീമിയം ടു CRR അക്കൗണ്ടാ വരിക. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ ഒരു എൻട്രി ഉണ്ട്. അതെന്താണ്? ഇതിട്ടില്ലേ? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ടു
ഇതിന്റെ ഇടയിൽ സെക്യൂരിറ്റി പ്രീമിയം ടു സെക്യൂരിറ്റി പ്രീമിയം ഫോർ ബോട്ട് ബാക്ക് എന്ന് പറഞ്ഞിട്ടൊരു എൻട്രി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് കിട്ടാത്തത്. ഇനി വേണമെങ്കിൽ ആ എൻട്രിയും കൂടി ഇട്ടോ, ആ എൻട്രിയും കൂടി ജസ്റ്റ് എഴുതി വെച്ചോ. അതായത് എന്താന്ന് അറിയോ, ഇവിടെയും സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിന് ഡെബിറ്റ് ചെയ്യാണ്, അടുത്തിലും ഡെബിറ്റ് ചെയ്യാണ്. അപ്പൊ പ്ലസും പ്ലസും അത് അഡീഷണൽ ആവുകയല്ലേ ചെയ്യുക, അക്കൗണ്ട് ക്ലോസ് ആവൂലല്ലോ. അപ്പൊ അതാ പറഞ്ഞത്, ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് പഠിക്കാനില്ലാത്ത ഒരു എൻട്രി ഉണ്ട്. ആ എൻട്രി എന്താണെന്നുള്ളത് ഇടാനാണ് പറഞ്ഞത്. ഓക്കെ, സോ എഴുതുക സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രീമിയം ഓൺ ബൈബാക്ക്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു, അല്ല കുട്ടിയെ, ഈ സെക്യൂരിറ്റി പ്രീമിയം എന്ന് പറയുന്നത് പ്രീമിയം ഓൺ ബൈബാക്ക് ആണ്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രീമിയം ഓൺ ബൈബാക്ക്. ഇത് ബൈബാക്കിന് ഉപയോഗിക്കുന്ന പ്രീമിയം അല്ലേ. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രീമിയം ഓൺ ബൈബാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു എൻട്രി വരും. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രീമിയം ഓൺ ബൈബാക്ക് എന്നൊരു എൻട്രി വരും. പക്ഷെ അത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് പറയാണ് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രീമിയം ഓൺ ബൈബാക്ക്. നിങ്ങൾക്ക് പ്രീമിയം ഓൺ ബൈബാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആ പ്രീമിയം ഓൺ ബൈബാക്ക് ആണ് ഇവിടെ ഡെബിറ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ഇനി നിങ്ങൾ ആ എൻട്രി ഇടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതണം? പ്രീമിയം ഓൺ ബൈബാക്ക് അവിടെ തന്നിട്ടുണ്ട്, സെക്യൂരിറ്റി പ്രീമിയത്തിന് ഇനി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ, CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ ഈ എൻട്രി നിങ്ങളുടെ ബൈബാക്ക് എൻട്രിയിൽ വരൂല. സോ നിങ്ങൾക്ക് ഡയറക്ട്ലി സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു CRR എന്നിട്ടിട്ട് 20 lakh കൊടുക്കുക. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രീമിയം ഓൺ ബൈബാക്ക്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രീമിയം ഓൺ ബൈബാക്ക്. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രീമിയം ഓൺ ബൈബാക്ക് വന്നു. സെക്യൂരിറ്റി പ്രീമിയം പ്രീമിയം ഓൺ ബൈബാക്ക് ഇത് വന്നല്ലോ. ഓക്കെ, നമ്മളുടെ ബൈബാക്ക് എൻട്രി എന്താ വന്നത്? ഷെയർ ക്യാപിറ്റല് പ്രീമിയം ഓൺ ബൈബാക്ക്, പ്രീമിയം ഓൺ ബൈബാക്ക് ടു ഷെയർ ഹോൾഡേഴ്സ് നമുക്ക് വന്നു. സോ ഇത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് പ്രീമിയം ഓൺ ബൈബാക്ക് അല്ല, സെക്യൂരിറ്റി പ്രീമിയം തന്നെയാണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റി ഒന്ന് അല്ലെ. ഇനി ഈ സെക്യൂരിറ്റി പ്രീമിയവും ഈ സെക്യൂരിറ്റി പ്രീമിയവും കൂടെ ക്യാൻസൽ ആയി പോയി. ഈ പ്രീമിയം ഓൺ ബൈബാക്കിൽ ഒരു ക്രെഡിറ്റ് കിടക്കുന്നുണ്ട്, അതിനെ ഡെബിറ്റ് ചെയ്യണ്ടേ? ആ പ്രീമിയം ഓൺ ബൈബാക്കിനെ ഡെബിറ്റ് ചെയ്ത് നമ്മൾ CRRലേക്ക് കൊണ്ടുപോണത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് സംഭവിക്കണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എൻട്രികൾ എന്തൊക്കെയാണ്? ടോട്ടലി വരുന്ന എൻട്രികൾ, ഫസ്റ്റത്തെ എൻട്രി എന്താ? ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇൻവെസ്റ്റ്മെന്റ് വിൽക്കുന്നത്, ഡിബഞ്ചർ വിൽക്കുകയാണെങ്കിൽ, ഡിബഞ്ചർ ഇഷ്യൂ ആണെങ്കിൽ, ഇതൊക്കെ മനസ്സിലായില്ലേ? അടുത്ത എൻട്രി എന്താ? കൊടുക്കല്ലേ? കൊടുക്കുമ്പോ എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ്. അത് മനസ്സിലായല്ലോ. കൊടുക്കുമ്പോ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഷെയർ ഹോൾഡേഴ്സ് അല്ലെ, ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ബാങ്ക് അല്ലേ? അത് മനസ്സിലായില്ലേ? നെക്സ്റ്റ് എന്താ? ഡ്യൂ എൻട്രി ആണ്. ഡ്യൂ എൻട്രി ആണ്. ഈ ഡ്യൂ എൻട്രിയിൽ എന്താ നമ്മൾ പറയണത്? ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഫ്രീ റിസർവ് വരും, ബട്ട് ഇപ്പൊ ഇത് മനസ്സിലാവും. സെക്യൂരിറ്റി പ്രീമിയത്തിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആണ് വരുന്നത്. ഇത് ക്ലിയർ ആണല്ലോ? ഇപ്പൊ ഈ കേസിൽ എന്താ ഉണ്ടായത്? ഷെയർ ക്യാപിറ്റൽ എത്രയായിരുന്നു? 5 ലക്ഷം. സെക്യൂരിറ്റി പ്രീമിയം 20 ലക്ഷവും ഇത് 25 ലക്ഷമാണ്. ഓക്കെ, ഇനി എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇതിന്റെ ഇടയിൽ ഒരു എൻട്രി ഉണ്ട്. എൻട്രി എന്താ? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഓൺ ബൈബാക്ക് അക്കൗണ്ട്. ഇതിലേക്ക് എത്ര ട്രാൻസ്ഫർ ചെയ്യണത്? 20 ലക്ഷമാണ്. ഇനി ഇവിടെ നോക്കുക, എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ
ഇല്ല, അതിൽ ഏതോ ഒന്ന് ക്യാൻസൽ ആയി പോകുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എൻട്രി എന്താ? നമുക്കൊരു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു CRR ഇത് വരും. സോ ഇവിടെ മൊത്തം നോക്കുക, നെറ്റ് എഫക്റ്റില് ഇപ്പൊ നേരത്തെ ഇട്ട എൻട്രി എന്തായിരുന്നു? പ്രീമിയം ഓൺ ബൈ ബാക്ക് ഒക്കെ പാട് വരുമ്പോഴാണ്. ഓക്കെ, ഒരു മിനിറ്റ്. അല്ല, CRR താഴെ എഴുതാൻ പറ്റൂല, കാരണം CRR ലയബിലിറ്റി സൈഡിലെ വരിക. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അല്ലേ CRR എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, സോ ഇവിടെ വരുന്നത് പ്രീമിയം ഓൺ ബൈബാക്ക് തന്നെയാണ്. പ്രീമിയം ഓൺ ബൈബാക്ക് അക്കൗണ്ട് വരും. പ്രീമിയം ഓൺ ബൈബാക്ക് അക്കൗണ്ട് വരും. ഇവിടെ പ്രീമിയം ഓൺ ബൈബാക്ക് അക്കൗണ്ട് വന്നതിന് ശേഷം സെക്യൂരിറ്റി ഷെയർ, അതായത് ഇവിടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രീമിയം ഓൺ ബൈബാക്ക്. സോ ഈ പ്രീമിയം ഓൺ ബൈബാക്കും ഈ പ്രീമിയം ഓൺ ബൈബാക്കും ഈ രണ്ടെണ്ണവും ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്കുള്ളത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ഇവിടെ ഓൾറെഡി ഒരു ഡെബിറ്റ് വന്നിട്ടുണ്ട്. ഈ ഡെബിറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അതായത് എങ്ങനെയാണ് ഇവരെന്താ പറയണെന്ന് വെച്ചാല്, ഫസ്റ്റ് അക്കൗണ്ട് എന്താ? ഷെയർ ക്യാപിറ്റല് പ്രീമിയം ഓൺ ബൈബാക്ക് ടു ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ 5 ലക്ഷം, ഇവിടെ 5 ലക്ഷം, ഇവിടെ 20 ലക്ഷം, ഇവിടെ 25 ലക്ഷം. ഈ പ്രീമിയം ഓൺ ബൈബാക്കിന് നമ്മൾ എന്ത് ചെയ്തു? സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റഡ് ടു പ്രീമിയം ഓൺ ബൈബാക്ക് ഇട്ടു. ഓക്കെ, എത്ര വരുന്നത്? 20 ലക്ഷം, 20 ലക്ഷം. പ്രീമിയം ഓൺ ബൈബാക്ക് അക്കൗണ്ട് ഇവിടെ ക്യാൻസൽ ആയി പോയി. ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിനെ എന്താ അവർ ചെയ്യുന്നത്? റവന്യൂ അക്കൗണ്ട് ഇല്ലേ, അല്ലെങ്കിൽ ഫ്രീ റിസർവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് ടു സെക്യൂരിറ്റി പ്രീമിയം. ഫ്രീ റിസർവ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് സെക്യൂരിറ്റി പ്രീമിയം. സോ ഇവിടെ ഈ സെക്യൂരിറ്റി പ്രീമിയവും പോയി. ഓക്കെ, ദെൻ ഇവിടെ എന്താ ചെയ്യുന്നത്? ഫ്രീ റിസർവ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ ഇത് നോക്ക്, ഒരു മിനിറ്റ്.
നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വിറ്റിന്റെ തുക എത്ര? 22 ലക്ഷം. അപ്പോ ഫ്രീ റിസർവിക്ക് വെച്ചാല് ഇൻവെസ്റ്റ്മെന്റ് വിറ്റതിന്റെ പൈസ 2200 പ്ലസ് ബാക്കി വേണ്ടത് 300 പക്ഷെ അതല്ല ഇവിടെ പ്രശ്നം. ഈ എൻട്രി എങ്ങനെ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നത്? ഒരു ബോട്ട് ബാക്ക് കൂടെ ഉണ്ട്. ഇവിടെ ബോട്ട് ബാക്ക് ഇട്ടു, ഇവിടെ പ്രീമിയം ബൈബാക്ക് ക്യാൻസൽ ആയി പോയി. ഈ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ നിന്ന് ഈ ഫണ്ട് അവിടെ സെക്യൂരിറ്റി പ്രീമിയത്തിൽ കണക്ക് അതേപോലെ അവര് ഇവിടെ മൈനസ് ചെയ്ത് തുടങ്ങും. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് 200 ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്ത് കളഞ്ഞു 20 അപ്പൊ ബാക്കി 2 അതൊക്കെ കണക്ക് പറയുന്നുണ്ട്. അതെ, 300 എടുക്കണതല്ല. അല്ല, ഇവിടെ പ്രീമിയം ഓൺ ബൈബാക്ക് ഇവിടെ ക്യാൻസൽ ആയി പോയി. 2 ഡെബിറ്റും 1 ക്രെഡിറ്റും. സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രീമിയം ഓൺ ബൈബാക്ക്. അതായത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിൽ ഓപ്പണിംഗ് ഉണ്ടായിരുന്ന ബാലൻസ് ആണ്. അതിന്ന് എടുത്ത് നമ്മൾ ഉപയോഗിക്കണോ? അത് കഴിഞ്ഞിട്ട് അവിടെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അക്കൗണ്ട്. ആ ആ മനസ്സിലായോ? 2200 ഉണ്ടായിരുന്നു, 2000 എടുത്തു, ബാക്കി അവിടെ ഉണ്ട്. ബാക്കി അവിടെ ഉണ്ട്. ഇവിടെ ഇഷ്യൂ വരുന്നത് എന്താന്ന് വെച്ചാല് ഓല അഡീഷണൽ തുക മാത്രമേ ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ഇട്ടിട്ടുള്ളൂ. മറ്റേതിന്റെ എൻട്രി കാണിച്ചിട്ടില്ല എങ്ങോട്ടും ഇടുന്നതുള്ളത്. ഞാൻ ഇവിടെ നോക്കുക, അതായത് വേണോന്നറിയില്ല. ഷെയർ ക്യാപിറ്റല്, പ്രീമിയം ഓൺ ബൈബാക്ക്, അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഷെയർ ക്യാപിറ്റല് നമുക്ക് 5 ലക്ഷമുണ്ട്, പ്രീമിയം ഓൺ ബൈബാക്കിൽ നമുക്ക് 20 ലക്ഷമുണ്ട്. ഓക്കെ, മൊത്തം 25 ലക്ഷമാണ് വരുന്നത്. ഈ പ്രീമിയം ഓൺ ബൈബാക്കിലേക്ക് നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് പ്രീമിയം ഓൺ ബൈബാക്ക് ഇട്ടു. ഇടുമ്പോ ഈ 20 ലക്ഷമാണ് ഇടുന്നത്. നമുക്ക് ഓൾറെഡി 22 ലക്ഷം നമുക്ക് ബാലൻസ് ഉണ്ട്. അതിൽ നിന്ന് 20 ലക്ഷം നമ്മൾ പ്രീമിയം ഓൺ ബൈബാക്കിലേക്ക് കൊടുത്തു. അതവിടെ എൻട്രി ഓവർ ആയല്ലോ. നെക്സ്റ്റ് അവര് ടെക്സ്റ്റ് ബുക്കിൽ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാല് ഫ്രീ റിസർവ് ഉണ്ടല്ലോ, അഥവാ റവന്യൂ റിസർവ് അല്ലെങ്കിൽ ഫ്രീ റിസർവ്. ഈ ഫ്രീ റിസർവ് എന്ന് അവരെന്ത് ചെയ്തു? CRRക്ക് കൊടുത്തു എന്നാണ് കാണിക്കുന്നത്. പക്ഷെ അവര് കാണിക്കുന്നത് എന്താ? ഇവിടെ നമ്മള് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിന്റെ ബാലൻസിൽ ബാക്കി ഉണ്ടായിരുന്ന 300 ഉണ്ടല്ലോ, അല്ല ഇൻവെസ്റ്റ്മെന്റിലൂടെ നമ്മൾ 22 ലക്ഷം സമാഹരിച്ചിട്ടുണ്ടല്ലോ. സോ ആ ഫണ്ടിന് ബാക്കിയുള്ള എമൗണ്ട് മാത്രമാണ് ഫ്രീ റിസർവ് എന്ന് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതായത് ഇവിടെ അവർ കാണിച്ചിട്ടുള്ളത് വെറും 3 ലക്ഷം രൂപയാണ്. ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടിയ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവര് കാണിച്ചിട്ടില്ല. ബാക്കി എമൗണ്ട് ആണ്, അതായത് ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് സമാഹരിച്ച തുക നമ്മളുടെ കയ്യിലുണ്ട്. ബാക്കി ഇനി എത്രയാണോ ഫണ്ട്, ആ ഫണ്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ക്യാപിറ്റൽ റിഡംഷനിൽ നിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് അവര് ടെക്സ്റ്റിൽ കാണിച്ചിട്ടുള്ളത്. സോ
നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ഫോർമാറ്റിൽ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന്റെ ഫണ്ട് കളക്ട് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റിന്റെ ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? 22 ലക്ഷം റുപ്യ നമ്മളുടെ കയ്യിലേക്ക് വന്നു. ഓക്കെ, 25 ലക്ഷം റുപ്യാണ് നമുക്ക് തിരിച്ചു കൊടുക്കാനുള്ളത്. 3 ലക്ഷമാണ് ഇനി അഡീഷണൽ വേണ്ടത്. സോ ഈ 3 ലക്ഷം മാത്രം ഞാൻ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്? CRR. മറ്റേ എൻട്രികൾ അവർ ഇടുന്നില്ല. CRRലേക്ക് ഈ 3 ലക്ഷം മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഞാൻ രണ്ടാമത്തെ എൻട്രി വരുമ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാനുള്ള എൻട്രിയാണ്. ഷെയർ ക്യാപിറ്റലിലേക്ക് നോമിനൽ വാല്യൂ കൊടുത്തു 5 ലക്ഷം. സെക്യൂരിറ്റി പ്രീമിയത്തിലേക്ക് അല്ലെങ്കിൽ പ്രീമിയം ഓൺ ബൈബാക്കിലേക്ക് ബാക്കി 20 ലക്ഷം. ഓക്കെ, ടു ഷെയർ ഹോൾഡേഴ്സ്. ഈ പ്രീമിയം ഓൺ ബൈബാക്കിലേക്ക് എന്താ ചെയ്യുന്നത്? ഈ പ്രീമിയം ഓൺ ബൈബാക്ക് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഇല്ലല്ലോ. അതിലേക്ക് ഫണ്ട് കൊടുക്കണമെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്ന് പോണ്ടേ. സോ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അപ്ഡേറ്റ് ടു പ്രീമിയം ഓൺ ബൈബാക്ക് 20 ലക്ഷം കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾക്ക് ആക്ച്വലി എക്സ്ട്രാ ക്യാഷ് എത്ര ആവശ്യം വന്നത്? 3 ലക്ഷം അല്ലേ? അത് ഫ്രീ റിസർവ് എന്ന് എടുത്ത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് വിട്ടു. അല്ല, അപ്പൊ അത് കട്ട് ചെയ്യുക. ഫ്രീ റിസർവ് അക്കൗണ്ട് അപ്ഡേറ്റ് ടു CRR, എന്നിട്ട് അതിന്റെ ബ്രാക്കറ്റിൽ എഴുതുക ബാലൻസ് റിക്വയർമെന്റ് ഓഫ് ക്യാഷ് റിക്വയർഡ്. ബാലൻസ് റിക്വയർമെന്റ് ഓഫ് ക്യാഷ് റിക്വയർഡ്. ബാലൻസ് റിക്വയർമെന്റ് ഓഫ് ക്യാഷ്. ബാലൻസ് റിക്വയർമെന്റ് ഓഫ് ക്യാഷ്. അപ്പൊ എത്ര വരിക? 3 ലക്ഷമാണ് അവിടെ വരിക. പക്ഷെ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നും നമ്മൾ ചെയ്യാറുണ്ട്. അതായത് അതിനൊരു ഓർഡർ തന്നെ ഉണ്ട്. സെക്യൂരിറ്റി പ്രീമിയം, ഫ്രീ റിസർവ്, ജനറൽ റിസർവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് ഇതിന്ന് എടുക്കാവൂ, ഇതിലില്ലെങ്കിൽ അടുത്തതിൽ നിന്ന് എടുക്കണം, ഇതിലില്ലെങ്കിൽ അടുത്തതിൽ നിന്ന് എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫോളോ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, സോ എന്താണ് സംഭവം? ഫസ്റ്റ് എന്താ ചെയ്യാ? ബൈബാക്കിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ ഫണ്ട് കണ്ടെത്തണം അല്ലെ? സോ ഫണ്ട് ഇനി ആലോചിക്കുക. നമ്മളെടുത്ത് എക്സസ് ക്യാഷ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? നമ്മളെടുത്ത് ബൈബാക്ക് ചെയ്യാനുള്ള ഫുൾ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ CRRലേക്ക് അപ്പൊ നിങ്ങളുടെ മെത്തേഡിൽ ട്രാൻസ്ഫർ ചെയ്യൂല. മനസ്സിലായോ? അതായത് നമ്മളെടുത്ത് ക്യാഷ് ബാലൻസ് ഓൾറെഡി നമുക്ക് ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ CRRലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യൂല. ഇതിപ്പോ എക്സസ് ക്യാഷ് റിക്വയർമെന്റ് വന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ എടുത്തത്. കാരണം എന്താ? നമ്മളെടുത്ത് ആകെ 22 ലക്ഷം ക്യാഷ് ഉള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് വിറ്റ പൈസ, ബൈബാക്കിന് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് വിറ്റു, 22 ലക്ഷം കിട്ടി. ബാക്കി 3 ലക്ഷം നമുക്ക് സമാഹരിക്കാൻ പറ്റിയില്ല. ആ 3 ലക്ഷം നമ്മൾ എടുക്കേണ്ടത് ഫ്രീ റിസർവിൽ നിന്നാണ്. ഫ്രീ റിസർവിൽ നിന്ന് 3 ലക്ഷം എടുത്തുകൊണ്ട് ആ 3 ലക്ഷം ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റണം. ക്ലിയർ ആണോ? ഇതാണ് അതിൽ ഫോളോ ചെയ്തിട്ടുള്ള മെത്തേഡ്. നമുക്ക് ഒന്നും കൂടി ഒരു പ്രോബ്ലം കൂടി ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. റിസർവിൽ നിന്ന് എന്താണോ കൊടുത്തത് അത് CRRക്ക് മാറ്റുക. ഓക്കെ, okay, following is the balance sheet of P Limited. Following is the balance sheet of P Limited. Following is the balance sheet of P Limited. Okay, 50,000 equity shares of 10 each. $5 lakh. General reserve 1,20,000. General reserve 1 lakh GR നിട്ടാ മതി. Okay, general reserve 1,20,000. 12% debentures 3 lakh. 1,20,000. 12% debentures 3 lakh. 12% debentures 3 lakh. Sundry creditors 80,000. Sundry creditors 80,000. Asset side fixed assets 8 lakh, bank balance 80,000,
Bank balance 80,000. Other current assets 1,20,000. Other current assets 1,20,000. 80,000. Company wishes to buy back 5,000 equity shares at par. Company wishes to buy back 5,000 equity shares at par. At par. Company wishes to buy back 5,000 equity shares at par. Pass necessary journal entries for buyback. Pass necessary journal entries for buyback. Necessary journal entries for buyback. എഴുതുക. സോ എന്തെങ്കിലും വിൽക്കുന്നുണ്ടോ അവിടെ? ഇല്ല, ഒന്നും വിൽക്കുന്നില്ല. ദെൻ ഫസ്റ്റ് എന്താ? ഡ്യൂ എൻട്രി ആണ്. അപ്പോ പേയ്മെന്റ് എൻട്രി ആണ് ഫസ്റ്റ് തന്നെ വരിക. എത്ര പേയ്മെന്റ് കൊടുക്കുന്നത്? 5,000 ഷെയർസ് പാറിലാണ് തിരിച്ചു വാങ്ങുന്നത്. സോ 5,000 into 10 അല്ലെ? 5,000 ഷെയർസ് പാറിലാണ് തിരിച്ചു വാങ്ങുന്നത്. പൂരം കഴിഞ്ഞ് വെടിക്കെട്ടും കഴിഞ്ഞാ ചോദിക്കണ്. ഒന്നുമില്ലാന്നോ? അല്ല, മൊത്ത ഫണ്ടാ നോക്ക്. മൊത്ത ഫണ്ട്. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ 25 ലക്ഷം അല്ലേ നമ്മൾ കൊടുക്കുന്നത് ടോട്ടലി. 20 ലക്ഷം പ്ലസ് 5 ലക്ഷം. അതായത് ആ മെത്തേഡില് 20 ലക്ഷം പ്ലസ് 5 ലക്ഷം ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് 22 ലക്ഷം ഉള്ളൂ. ബാക്കി 3 ലക്ഷമാണ് നമ്മൾ എടുത്തത്. ആ 3 ലക്ഷമാണ് നമ്മൾ റിസർവ് ഒന്ന് മാറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കുക, കഴിഞ്ഞ പ്രോബ്ലം അതാണല്ലോ. ഓക്കെ, 5 ലക്ഷം അല്ലേ അതിന്റെ യഥാർത്ഥ വാല്യൂ? 20 ലക്ഷം അല്ലേ നമ്മുടെ പ്രീമിയം? എന്നിട്ടും നമ്മൾ 25 ലക്ഷത്തിൽ നമ്മൾ കളക്ട് ചെയ്ത 22 ലക്ഷം കഴിഞ്ഞുള്ള ബാക്കി 3 ലക്ഷം അല്ലേ ട്രാൻസ്ഫർ ചെയ്തത്. സോ ഇവിടെയും 5 ലക്ഷം അല്ലേ നമുക്ക് കൊടുക്കാണ്ടാവും. അപ്പൊ ഇത് രണ്ടിന്റെ വാല്യൂ, ഇത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രീമിയം ആണ് 25. മനസ്സിലായോ? ഇവിടെ നോക്കുക, ബൈബാക്ക് ചെയ്യുമ്പോൾ ഫണ്ട് കൊടുക്കേണ്ടത് എത്രയാണ്, ആ ഫണ്ട് എത്രയാന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. അതിൽ എത്ര നമ്മളുടെ കയ്യിൽ വിറ്റിട്ടുണ്ടാക്കി, ബാക്കിയുള്ള തുകയാണ് റിസർവ് നിന്ന് എടുക്കേണ്ടത്. ആ റിസർവ് നിന്ന് എടുത്ത തുകയാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് ഇടേണ്ടത്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? 5 ലക്ഷം റുപ്യാണ്, 50,000 റുപ്യാണ് നമുക്ക് എന്ത് വേണ്ടത്? ഫണ്ട് വേണ്ടത്. ഈ 50,000 റുപ്യയിൽ എന്തെങ്കിലും നമ്മൾ സമാഹരിച്ചിട്ടുണ്ടോ? ഒന്നും സമാഹരിച്ചിട്ടില്ല. അതായത് മൊത്തവും എടുക്കേണ്ടത് റിസർവ് നിന്നാണ്. ഈ റിസർവ് നിന്ന് എടുത്ത തുകയാണ് നമ്മൾ CRRലേക്ക് ഇടേണ്ടത്. എന്ത് പേയ്മെന്റ് ഡ്യൂ റിസർവ്ക്ക് മാറ്റണത്. സോ എന്താ എൻട്രികൾ വരിക? CRR. ഇതൊക്കെ മനസ്സിലായില്ലേ? എന്നങ്ങോട്ട് നോക്ക്, ഇവിടെ നോക്കുക. നമുക്ക് എന്താ ഉള്ളത്? നമ്മൾ കമ്പനിയുടെ ഷെയർ ബൈബാക്ക് ചെയ്യണം. ഓക്കെ, ബൈബാക്ക് ചെയ്യുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫണ്ട് കണ്ടെത്തണം അല്ലെ? ഫണ്ട് കണ്ടെത്തണം. സോ ഈ ക്വസ്റ്റ്യനില് ഫണ്ട് സാധാരണ നമ്മൾ കണ്ടെത്തല് ഇൻവെസ്റ്റ്മെന്റുകളിലൂടെയോ അല്ലെങ്കിൽ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടോ ആണ്. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റുകളിലൂടെ 0 ഡിബഞ്ചറിലൂടെ 0 ഫണ്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന് ഇത് തിരിച്ചു വാങ്ങണമെങ്കിൽ കൊടുക്കേണ്ടത് 50,000 രൂപയാണ്. ഓക്കെ, ഈ 50,000 രൂപയ്ക്ക് ഒരു ഫണ്ടും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അതിനർത്ഥം നമ്മൾ ഫണ്ട് എടുക്കേണ്ടത് എവിടുന്നാണ്?
നമ്മളുടെ റിസർവുകളിൽ നിന്നാണ്. സോ റിസർവിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് എത്രയാ? 50,000 രൂപയാണ്. ബൈബാക്കിന്റെ കൺസെപ്റ്റ് എന്താ പറയുന്നത്? നിങ്ങൾ റിസർവിൽ നിന്ന് ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ തുക എങ്ങോട്ട് മാറ്റിയിരിക്കണം? CRRലേക്ക് മാറ്റിയിരിക്കണം, അല്ലെ? സോ ഈ റിസർവിൽ നിന്ന് 50,000 CRRലേക്ക് മാറ്റണം. ഇതാണ് മൊത്തത്തിലുള്ളതിന്റെ സിസ്റ്റം. അപ്പൊ ഫസ്റ്റത്തെ എൻട്രി എന്താ വരുന്നത്? ഇവർക്ക് കൊടുക്കുന്ന പേയ്മെന്റ് ആണ്. ഇവിടുന്ന് എന്തെങ്കിലും സോഴ്സ് ചെയ്തിട്ടുണ്ടോ? ഒന്നും സോഴ്സ് ചെയ്യാത്തതുകൊണ്ട് ഇതാണ് ആദ്യത്തെ എൻട്രി. ഈ എൻട്രി ഇവിടെ ഉണ്ടാവൂല, കാരണം ഒന്നും നമ്മൾ കളക്ട് ചെയ്തിട്ടില്ല. രണ്ടാമത്തെ എൻട്രി ആണ് ഇത്, ഇവർക്ക് പേയ്മെന്റ് കൊടുക്കല്. പേയ്മെന്റ് കൊടുക്കുമ്പോ എന്താ? നമ്മളുടെ ബാങ്ക് ബാലൻസ് കുറയാണ്, അല്ലെ? അവിടെ എഴുതാൻ നിൽക്ക്, ബാങ്ക് ബാലൻസ് കുറയാണ്. സോ എന്താ ചെയ്യാ? ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് നല്ല എൻട്രി വരിക. ഓക്കെ, ഇതിലേക്ക് 50,000 രൂപയല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എൻട്രി കഴിഞ്ഞു. രണ്ടാമത്തെ എൻട്രി എന്താ? ഈ ഷെയറുകൾ ക്യാൻസൽ ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഡ്യൂ എൻട്രി വേണം. നോർമലി ആ എൻട്രി എന്താ? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ഫ്രീ റിസർവ് അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ഹോൾഡേഴ്സ് എന്നാണല്ലോ ഈ എൻട്രി വരുന്നത്. ഇവിടെ പാറിലല്ലേ കൊടുക്കുന്നത്? 5,000 ഷെയർസ് അതിന്റെ യഥാർത്ഥ വിലയിലല്ലേ കൊടുക്കുന്നത്? അതായത് ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ട് 5,000 ഇൻറ്റു 10 അല്ലേ വരിക? ഇവിടെ 50,000 അല്ലേ വരിക? ക്ലിയർ ആണോ? പ്രീമിയോ എന്തെങ്കിലും വേണോ? ഒന്നിന്റെയും ആവശ്യമില്ലല്ലോ. ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലേക്ക് എത്രയാ? ഇതേ 50,000 അല്ലേ പോവാ. ഓക്കെ, ഈ പ്രീമിയം ഒന്നും എടുക്കാത്തത് കൊണ്ട് നമ്മൾ പ്രീമിയം ഓൺ ബൈബാക്കിന്റെ എൻട്രി ഇടണോ? അതിന്റെ ആവശ്യമില്ല. നേരെ എന്താണ്? ഫ്രീ റിസർവിൽ നിന്ന് എത്രയാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത് ആ എമൗണ്ട് എന്താ ചെയ്യേണ്ടത്? CRRലേക്ക് കൊടുക്കണം. സോ ഫ്രീ റിസർവ് അല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്ന് നമ്മൾ CRRലേക്ക് ആ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ എൻട്രി ഈസ് ഓവർ. മനസ്സിലായോ? ഒരു പ്രോബ്ലം ചെയ്താലോ? അയ്യോ, 987. ആ, വരുന്നുണ്ട്. പെട്ടെന്ന് നിർത്താം, ഒരു പ്രോബ്ലം ചെയ്യാം. കഴിഞ്ഞോ? വരച്ച് കഴിഞ്ഞോ? ഇതാ അടുത്ത ചെയ്യാ. ഓക്കെ, എഴുതൂ. ഫോളോയിങ് ഇസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് P Limited. Following is the balance sheet of P Limited. Following is the balance sheet of P Limited. Liability assets. Following is the balance sheet of P Limited. Liability and assets. Liability 50,000 equity shares of 10 each. 50,000 equity shares of 10 each. Wow. Aha. 10 each. Partly paid up. Partly paid up. 4 ലക്ഷം രൂപ. ജനറൽ റിസർവ് 60,000. സെക്യൂരിറ്റി പ്രീമിയം 30,000. ഡിബഞ്ചേഴ്സ് 2 ലക്ഷം. കറന്റ് ലയബിലിറ്റി 1,10,000. അജ്മൽ, കറന്റ് ലയബിലിറ്റീസ് 1,10,000. അസറ്റ് സൈഡില് ഫിക്സഡ് അസറ്റ് 6 ലക്ഷം. ബാങ്ക് ബാലൻസ് 80,000. കറന്റ് അസറ്റ്സ് 1,20,000. മൊത്തം 8 ലക്ഷം രണ്ട് സൈഡും. 1,20,000.
Company decided to buy back 5,000 equity shares at 15 rupees. Company decided to buy back 5,000 equity shares at 15 rupees. Prepare journal entries. ഇവിടെ നോക്കുക, നമ്മൾ ഷെയർസിന് ചെയ്ത പോലെ ഒരു ചാർട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൺഫ്യൂഷൻ മാറുന്നു. ഞാൻ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ കമ്പനി ബൈബാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ബൈബാക്ക് ശ്രമിക്കുന്ന സമയത്ത് കമ്പനിക്ക് ഫണ്ട് സോഴ്സ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റിലൂടെ കമ്പനി ഫണ്ട് സോഴ്സ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെയുള്ളത് ഡിബഞ്ചേഴ്സും ഷെയർസും ആണുള്ളത് അല്ലെ. ഡിബഞ്ചേഴ്സിലൂടെയും അവർ വിറ്റിട്ടുണ്ടാക്കുന്നില്ല. പക്ഷേ ഷെയർസ് പാർട്ട്ലി പെയ്ഡപ്പ് ആണ്. അതായത് മൊത്ത തുക തരാത്ത ഷെയർസ് ആണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം. 5 ലക്ഷം 50,000 എത്ര അല്ല 50,000 ഷെയർസ് ആണുള്ളത് അവിടെ അല്ലെ. 50,000 ഷെയർസിന് 10 റുപ്യയുടെ ഷെയർ ആണല്ലോ. 10 റുപ്യയുടെ ഷെയർ ആണെങ്കിൽ ഇവിടെ 5 ലക്ഷം വേണമായിരുന്നു. പക്ഷേ അത് പാർട്ട്ലി പെയ്ഡപ്പ് എന്ന് പറഞ്ഞിട്ട് അവരെ പേ ചെയ്തിരിക്കുന്നത് എത്രയാ? വെറും 4 ലക്ഷം രൂപയാണ്. അതായത് 1 ലക്ഷം രൂപ നമ്മൾ കോള് വിളിച്ചെടുക്കണം. മനസ്സിലായോ? കോള് വിളിച്ചെടുക്കേണ്ടതാണ് ഈ 1 ലക്ഷം രൂപ. സോ കോള് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 ലക്ഷം രൂപ കിട്ടും. ക്ലിയർ ആണോ? സോ കോളിന്റെ എൻട്രി ഒക്കെ അറിയുന്നതാണ്, പഠിപ്പിച്ചതാണ്. ഷെയർ ഫൈനൽ കോൾ ഡെപ്റ്റഡ് ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഷെയർ ഫൈനൽ കോൾ. ഈ എൻട്രി ആണ് ഇട്ടിട്ട് പൈസ സ്വരൂപിക്കേണ്ടത്. എന്നിട്ട് അതിനുശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മള് ഫണ്ട് ആർക്ക് കൊടുക്കണം? ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ഷെയർ ഹോൾഡേഴ്സിന് ഫണ്ട് കൊടുക്കേണ്ടത് എത്രയാ? 5,000 ഷെയർസ് ആണ് നമ്മൾ തിരിച്ചു വാങ്ങുന്നത്. 15 രൂപയ്ക്കാണ് നമ്മൾ തിരിച്ചു വാങ്ങുന്നത്. അതായത് അവർക്ക് കൊടുക്കേണ്ടത് 75,000 രൂപയാണ്. ഈ 75,000 രൂപയിൽ 50,000 രൂപ നമ്മളുടെ ക്യാപിറ്റലിക്കും 25,000 രൂപ നമ്മളുടെ പ്രീമിയത്തിലേക്കുമാണ് പോകേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? അത് ഇതാണ് സംഭവം നടക്കുന്നത്. സോ നമ്മുടെ അടുത്ത് എത്ര പൈസ ഉള്ളത്? 5,000 × 15 75 ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓക്കെ, 1 ലക്ഷം രൂപയിൽ 75,000 രൂപയാണ് നമുക്ക് ചെലവ് വരുന്നതെങ്കിൽ നമ്മൾ ഫ്രീ റിസർവ് തൊടേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. സോ ലാസ്റ്റത്തെ CRR എൻട്രി നമുക്ക് ഒഴിവാക്കാം. നമ്മൾ എന്താ പറഞ്ഞത്? ഫണ്ട് സ്വരൂപിക്കാൻ നമുക്ക് 3 മാർഗങ്ങളാണുള്ളത്. 1 ഇൻവെസ്റ്റ്മെന്റ്, 2 ഡിബഞ്ചർ, 3 ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിന്റെ കോൾ സ്വരൂപിച്ചിട്ട് നമ്മൾ 1 ലക്ഷം രൂപ എടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഫ്രീ റിസർവ് തൊടണോ? നമുക്ക് ചെലവ് എത്ര? 75,000 അല്ലേ. സോ CRRക്ക് ട്രാൻസ്ഫർ ചെയ്യണോ? വേണ്ട. ക്ലിയർ ആണോ? സോ ഫസ്റ്റ് എൻട്രി എന്താ? കോള് വിളിക്കുന്ന എൻട്രിയാണ്. കോള് വിളിക്കുക, ഫണ്ട് സ്വരൂപിക്കുക. രണ്ടാമത്തെ എൻട്രി എന്താ? പേയ്മെന്റ് കൊടുക്കുക. മൂന്നാമത്തെ എൻട്രി എന്താ? ഷെയർ ക്യാപിറ്റൽ സെക്യൂരിറ്റി പ്രീമിയം ടു ഷെയർ ഹോൾഡേഴ്സ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സെക്യൂരിറ്റി പ്രീമിയം ടു ഷെയർ ബോട്ട് ബാക്ക് കൊടുക്കുക. CRRക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ട. ഓക്കെ, ഫസ്റ്റ് എൻട്രി ഫൈനൽ കോൾ മാത്രം. കാരണം ബാക്കിയൊന്നും ഇല്ലല്ലോ. പാർട്ട്ലി പെയ്ഡ് എന്ന് പറഞ്ഞാൽ 8 റുപ്യ തന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് 2 റുപ്യ ഫൈനൽ കോളിലായിരിക്കും വരുന്നത്. ലാസ്റ്റത്തെ ഫണ്ടല്ലേ തരുന്നത്. ഇതെയോ? ഒന്നും വാങ്ങുന്നില്ല. അതെ, ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ്, ഷെയർ ഫൈനൽ കോൾ.
ആ 5 എൻട്രി 1 2 3 4 5 എന്താ 5 പ്രീമിയം ബൈബാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പറ. അത് ശരിയാണ്, പക്ഷെ ഇവിടെ 50,000 ഇവിടെ 25,000. ഷെയർ ക്യാപിറ്റൽ 10 റുപ്യല്ലേ ഉള്ളൂ. 10 × 5,000, മറ്റേത് 5 × 5,000. ഇനി അത് ബൈബാക്ക് ചെയ്യാം. ബൈബാക്ക് അല്ല, സെക്യൂരിറ്റി പ്രീമിയത്തിന്റെ എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് അപ്ഡേറ്റ് ടു പ്രീമിയം ഓൺ ബൈബാക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ക്വസ്റ്റ്യൻ ഏത് ആവശ്യമില്ല. ആൻസർ ഇന്ന് ബാലൻസ് ഷീറ്റ് ഇട്ടുക്കണു. ഇതിന്ന് CRRക്ക് നമ്മുടെ മറ്റേ മെത്തേഡ് ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. CRRക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പക്ഷെ ഈ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് അവരെ മെത്തേഡിൽ ബാലൻസ് വരുന്നത് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഇത് കയ്യിൽ നിന്ന് എടുത്തുക്കല്ലോ. ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ, അതായത് ഞാൻ ഓല മെത്തേഡിലെ പറയണത്, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് 22 ലക്ഷം റുപ്യയും കയ്യിലുണ്ടായിരുന്നു. ഇതിപ്പോ മേടിച്ച കൊണ്ട് തന്നെ 1 ലക്ഷം റുപ്യ. ഇതിൽ ട്രാൻസ്ഫർ ചെയ്യില്ല, അവരെ മെത്തേഡിൽ ട്രാൻസ്ഫർ ചെയ്യില്ല. അവരുടെ മെത്തേഡിൽ ബാലൻസ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. പക്ഷെ ആക്ച്വലി നമ്മൾ പഠിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണോ യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഏത് ഇല്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് ചെയ്യുന്നില്ല. ഇല്ല, ടെക്സ്റ്റിൽ എപ്പോഴാന്ന് വെച്ചാല് കയ്യിൽ ഫണ്ട് ഇല്ലാതെ നമ്മൾ നമ്മുടെ ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ, റിസർവ് ഒന്ന് യൂസ് ചെയ്യണമെങ്കിൽ ആ ഫണ്ട് മാത്രമേ CRRലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഒരു ഹോംവർക്ക് ചെയ്താലോ? പക്ഷെ എനിക്ക് മറ്റേ മെത്തേഡാട്ടോ കുറച്ചുകൂടി ഇതൊരു അത് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ടെക്സ്റ്റ് അങ്ങനെ തന്നിക്കണത്. നെക്സ്റ്റ്, ഫോളോയിങ് ഇസ് എ ബാലൻസ് ഷീറ്റ് ഓഫ് ക്രിസ്റ്റഫർ ലിമിറ്റഡ്. Following is the balance sheet of Christopher Limited. Following is the balance sheet of Christopher Limited. 6 lakh liability asset, liability asset, liability asset, 6 lakh equity shares of 10 each.
6 lakh equity shares of 10 each. 6 lakh equity shares of 10 each. 60 ലക്ഷം. 50,000 preference shares. 50,000 preference shares 50 ലക്ഷം. ജനറൽ റിസർവ് 20 ലക്ഷം. P&L 50 ലക്ഷം. സെക്യൂരിറ്റി പ്രീമിയം 30 ലക്ഷം. ഡിബഞ്ചേഴ്സ് 40 ലക്ഷം. ക്രെഡിറ്റേഴ്സ് 20 ലക്ഷം. അസറ്റ് സൈഡില് ഫിക്സഡ് അസറ്റ്സ് 1,50 ലക്ഷം. ഫിക്സഡ് അസറ്റ്സ് 1,50 ലക്ഷം. ഇൻവെസ്റ്റ്മെന്റ്സ് 60 ലക്ഷം. കറന്റ് അസറ്റ്സ് 60 ലക്ഷം. 60 ലക്ഷം. കറന്റ് അസറ്റ്സ് 60 ലക്ഷം. മൊത്തം 2,70,00,000. വാവ്. അങ്ങനെ കമ്പനി ഡിസൈഡഡ് ടു ബൈ ബാക്ക് മാക്സിമം ഷെയർസ് ആസ് പോസിബിൾ. കമ്പനി ഡിസൈഡഡ് ടു ബൈ ബാക്ക് മാക്സിമം ഷെയർസ് ആസ് പോസിബിൾ. at par value. As possible at par value. As possible at par value. അതെ, സെക്ഷൻ 68 ആണ്. അതിന് റിക്വയർമെന്റ്സ് ഉണ്ട്. ഇത്ര ശതമാനം എടുത്തതിന് ശേഷം ഇത്ര ഫ്രീ റിസർവും സെക്യൂരിറ്റി പ്രീമിയവും വേണം. Then current assets include bank balance of 30 lakh. ഹലോ ഹലോ. അതെ അതെ, ഇവിടെ തന്നെയാണ്, ഇവിടെ തന്നെയാണ്. 30 lakh. Calculate the number of shares that can be bought back. Calculate the number of shares that can be bought back and also pass necessary journal entries. Calculate the number of shares that can be bought back and pass the journal entries. Calculate the number of shares that can be bought back and pass the journal entries. അപ്പോൾ സെക്ഷൻ 68 റെഫർ ചെയ്യുക. സെക്ഷൻ 68 കണ്ടീഷൻസ് ഉണ്ട്. ഇന്നത് കഴിഞ്ഞിട്ട് ഇന്ന ബാലൻസ്, ഇത്ര ബാലൻസ് നിലനിൽക്കണം, 15% ഓഫ് ഇന്നത് മാത്രമേ നമ്മൾ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ